മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ 2 വനിതകളിൽ ഒരാൾ കൂത്തുപറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജയന്തി രാജനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വയനാട്ടിലെ ഇരുളം സ്വദേശിയാണ്. നേരത്തെ പൂതാടി പഞ്ചായത്ത് മെമ്പറായിരുന്നു, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു, ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ വരുമെന്ന് നേരത്തെ കേട്ടിരുന്നു. എന്താണ് ഇപ്പോൾ പ്രഖ്യാപനം വന്നപ്പോൾ ഒരു ആദ്യത്തെ പ്രതികരണം? മുൻകൂട്ടി ആരും പറഞ്ഞിരുന്നില്ല, സൂചന തന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം മുൻപേ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വന്നു. ചാനലുകളാണ് ആദ്യം കൂത്തുപറമ്പാണെന്ന് പറയുന്നത്. കൂത്തുപറമ്പ് ചെല്ലുക, അവിടുത്തെ വോട്ടർമാരുടെ ഒപ്പം നിൽക്കുക, അവരുടെ ആളായി മാറണം, ഒപ്പം വിജയിച്ചു വരണം എന്നുള്ളതാണ് പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിൽ ആദ്യമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടെ വലിയൊരു സംവിധാനത്തിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷ? ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ പങ്കാളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണല്ലോ നിയമസഭാ ഇലക്ഷൻ്റെ ഒരു കാൻഡിഡേറ്റായി മാറുന്നത്. കുറച്ചുകൂടി ഗൗരവമുള്ളതായതുകൊണ്ടും നിയമനിർമ്മാണ സഭയിലേക്ക് എത്തുക എന്നുള്ളതും അത് വളരെ ഗൗരവം നിറഞ്ഞൊരു ഉത്തരവാദിത്തമാണ്. അത് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. പുതിയൊരു സ്ഥലമാണ്, വയനാട്ടിലാണ് പൊതുപ്രവർത്തനം നടത്തിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ലീഗിൻ്റെ നേതൃനിരയിലുണ്ട്, സംസ്ഥാനത്തും ദേശീയ തലത്തിലടക്കം. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ കൂത്തുപറമ്പിൽ മുൻപ് പൊതുപ്രവർത്തന രംഗത്തെ പ്രവർത്തനങ്ങൾക്കിടയിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും വയനാട് പോലൊരു സ്ഥലമല്ല കൂത്തുപറമ്പ്, ചുരമിറങ്ങണമല്ലോ. അപ്പം കൂത്തുപറമ്പിലേക്ക് ചെന്ന് കൂത്തുപറമ്പിൻ്റെ എല്ലാ സാഹചര്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് 2 വനിതാ സ്ഥാനാർത്ഥികളാണുള്ളത്. അതിലൊരാളാകുക എന്ന് പറയുമ്പോൾ പാർട്ടി തരുന്നൊരു വലിയ അംഗീകാരം കൂടിയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് അംഗീകാരം പാർട്ടി തന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൻ്റെ ജനറൽ കമ്മിറ്റിയിലെ ചരിത്രം തന്നെയാണ് ഒരു വനിത വരിക എന്നുള്ളത്. അപ്പം ഞങ്ങൾ 2 വനിതകൾ ഈ കഴിഞ്ഞ ദേശീയ കമ്മിറ്റിയുടെ ഭാഗമായി മുസ്ലിം ലീഗിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് തന്ന അംഗീകാരത്തെ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും വലിയൊരു ആത്മവിശ്വാസം വേണമല്ലോ. വിജയമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. വിജയിക്കാൻ വേണ്ടിയാണല്ലോ ഇറങ്ങുന്നത്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ജയന്തി രാജൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ജസ്റ്റിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.